നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ന്യൂസ് ഫീഡ്സ് വായിക്കുന്ന സമയത്ത് ഇതേ കണക്ക് നമുക്കിത് ലോഡാകാത്ത ഒരവസ്ഥ വരുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫേസ്ബുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ്. ഇത് നിങ്ങൾ അപ്ഡേറ്റ് ആദ്യം ചെയ്തു നോക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഫേസ്ബുക്കിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഈ ക്ലിയർ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ക്യാച്ചും ഡിലീറ്റ് ആയിക്കൊള്ളും ഓട്ടോമാറ്റിക്കായിട്ട്. അതിനുശേഷം നമ്മളിവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്യേണ്ടി വരും, അത്രയും മാത്രമേ ഉള്ളൂ. ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ സേവ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോട്ട് നൗ കൊടുത്താലും മതി. ഞാനിപ്പോൾ സേവ് കൊടുത്തു. ഇതുപോലെ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ന്യൂസ് ഫീഡ്സിന്റെ ആ കംപ്ലൈന്റ് ഇവിടെ മാറിയതായി നമുക്കിവിടെ കാണാൻ സാധിക്കും.